സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അത് 24,637 ഒരു ബ്ലൂ ലൈൻ കണ്ടോ, ആ റേഞ്ചിൽ നിന്നാണ് ഞാൻ കോൾ ഓപ്ഷൻ എടുത്തിരിക്കുന്നത്. കാരണം അതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക്, ആ ഒരു ബ്ലൂ ലൈൻ ആ റേഞ്ചിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ കോൾ ഓപ്ഷൻ ബൈ ചെയ്തത്. സോ ഞാൻ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് പർപ്പിൾ കളറിൽ മേലൊരു ഒരു രണ്ടാമത്തെ ഒരു റേഞ്ച് വരച്ചിരിക്കുന്നത് കണ്ടോ, 24,670. ആ റേഞ്ച് ടച്ച് ചെയ്യുമ്പോൾ ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്ത്, എൻ്റെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത് ഇറങ്ങാനാണ് പ്ലാൻ. നമുക്ക് നോക്കാം ഇത് ടാർഗറ്റ് റീച്ച് ആവുമെന്നുള്ളത്. സോ യെസ്, മാർക്കറ്റ് എനിക്ക് മോർണിംഗ് ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ അതെനിക്കത് മിസ്സായിപ്പോയി. സോ ഇത് നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഞാനിത് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സോ എന്തായാലും മാർക്കറ്റ് എൻ്റെ റേഞ്ചിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. സോ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെനിക്ക് തോന്നുന്നത് എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നതാണ്. സോ എൻ്റെ 5 points ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്യുക. ബട്ട് ഞാനത് ട്രെയിൽ ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റ് പ്ലേസ് ചെയ്തു. കാരണം എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. സോ ഇന്ന് ട്രേഡ് വന്നിട്ട് ലോസ് ഇല്ല, ബട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഹിറ്റായി. നമ്മൾ പ്ലേസ് ചെയ്ത ടാർഗറ്റും ഹിറ്റാകാൻ പറ്റിയില്ല. എന്താ റീസൺ? എൻ്റെ വ്യൂ പോയിൻ്റ് മാറിയതാണ്. ഞാൻ അവിടെ നിന്ന് നന്നായി മേലോട്ട് പോകും എന്ന് വിചാരിച്ചു. കാരണം കുറച്ച് നാൾ മാർക്കറ്റ് നല്ല ലോ ആയിരുന്നല്ലോ. സോ അതുകൊണ്ട് മേലോട്ട് പോകുമെന്ന് വിചാരിച്ചു. ബട്ട് മാർക്കറ്റ് നന്നായിട്ട് താഴോട്ടാണ് പോകാൻ പോകുന്നത് എന്തായാലും ഇന്ന്. സോ എന്തായാലും ഇന്നൊരു ട്രേഡ് മാത്രമേ ഉള്ളൂ. ഞാനിനി ട്രേഡൊന്നും എടുക്കണില്ല. ഒറ്റ ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ ഡൺ ഫോർ ദ ഡേ. താങ്ക് യു.